ദൈവമഹത്വത്തിന് നന്ദി. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് ഈശോയോടും അമ്മ മാതാവിനോടും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ജിസ്മ. ഇതെൻ്റെ അമ്മ ജിജി മാർട്ടിൻ. ഞങ്ങൾ വരുന്നത് ഫോർട്ട് കൊച്ചി ലിറ്റിൽ ഫ്ലവർ ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ 3-ാം തീയതി 2025 അമ്മയാണ് ഇവിടെ ആദ്യം വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കങ്ങനെ ഉടമ്പടി എടുത്താലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ തോട്ട്സൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനിവിടെ കൃപാസനത്തിൽ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ വന്ന് പ്രാർത്ഥിച്ച് പോയിട്ടുണ്ട്. എനിക്ക് വിദേശത്ത് പോയി പഠിക്കുവാനായിരുന്നു ആഗ്രഹം. സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് പലപ്പോഴും എനിക്കതിനൊന്നും പലതും ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഒന്നും നടക്കാതെയൊക്കെ പോയിട്ട്. അങ്ങനെയാണ് ജർമ്മനിയിൽ പോയി പഠിക്കുവാനുള്ള ഒരു ഇതൊക്കെ ഞാൻ അറിഞ്ഞത്. ആ സമയത്ത് ഞാൻ കൃപാസനത്തിൽ വരും, പക്ഷെ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാറുള്ള ഒരാളാണ്. പക്ഷെ മാതാവിനായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ അങ്ങനെ എനിക്ക് ഇതുവരെ മീൻസ് ആ സമയത്തൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുമില്ല അതൊക്കെ എന്താണെന്നുള്ളത്. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിച്ചു. B2 വരെ ഞാൻ പഠിച്ചു. അതിനുശേഷം എക്സാമിൻ്റെ സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുക്കുന്നത് ഞാൻ അമ്മയോടൊക്കെ എപ്പോഴും പറയും, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ള ഒരിതിലായിരുന്നു പറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കാനുള്ളൊരു മെയിൻ കാരണം, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ദേവാലയമാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു ദേവാലയം പോലെ ഒരു സ്ഥലം, അവിടെ ഇങ്ങനെ എണ്ണ എന്തോ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനത് സ്വീകരിക്കാതെയാണ് ഇറങ്ങിപ്പോകുന്നത്. അതിനുശേഷം വീണ്ടും ഞാൻ ഒരു സ്വപ്നം കൂടെ കണ്ടു. ജോസഫച്ചൻ്റെ ബ്ലെസ്സിങ് നീ മേടിക്കാതെയാണോ പോകുന്നത്, അങ്ങനെ ഒരു സ്വപ്നം കൂടെ ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിൽ പറഞ്ഞു, എനിക്ക് ഉടമ്പടി എടുക്കാനായിരിക്കും അമ്മ വിളിക്കുന്നത്, അമ്മ മാതാവ് വിളിക്കുന്നത് എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. അപ്പം ഞാൻ തന്നെയാണ് എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഉടമ്പടി എടുക്കാൻ നമുക്ക് പോകാം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ എക്സാം ആ സമയത്ത് ഞാൻ എഴുതാനായിട്ട് പോകാൻ നിൽക്കുന്ന ടൈമും കൂടെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം നിയോഗം വെച്ചതും അമ്മ മാതാവിനായിട്ടുള്ളൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ്. എല്ലാവരും ഭയങ്കര പറയാറുണ്ട് അമ്മ മാതാവ് ഓരോന്നും അനുഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ തന്നതിനെപ്പറ്റി. അപ്പം എനിക്ക് ആ ഒരു അനുഭവം കിട്ടാൻ ഒത്തിരി ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാൾ കൂടെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതാനായിട്ട് പോയി. കോലാപ്പൂർ ആയിരുന്നു എൻ്റെ എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എക്സാം പോയി അറ്റൻഡ് ചെയ്തു. 2 മൊഡ്യൂൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, ജർമ്മൻ എക്സാം B2-ൻ്റെ. അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല. അതിനുശേഷം അപ്പോൾ ഉടമ്പടിയിൽ ഞാൻ ആദ്യമൊക്കെ കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉടമ്പടി അങ്ങനെ കൃത്യമായിട്ടൊക്കെ ചെയ്യാതെ ഇരിക്കാറുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ വീണ്ടും ഡേറ്റ് എടുത്തു. അത് ഡൽഹിയിലാണ് ഞാൻ ഡേറ്റ് എടുത്തത്. അങ്ങനെ അതും എക്സാം പോയി എഴുതി. അപ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ഉടമ്പടിയിൽ തന്നെയാണ്. അങ്ങനെ ഞാനത് എക്സാം പോയി എഴുതിയിട്ട് അതും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി, കാരണം ഡൽഹി വരെ പോയി അത്രയും ചിലവൊക്കെ കഴിഞ്ഞിട്ടാണ് അതൊരു എക്സാം എഴുതാൻ നിൽക്കുന്നത്. ഇത് പഠിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഒന്നും കൂടെ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോഴും ഞാനിത് ഉടമ്പടിയിൽ അങ്ങനെ ഒരു പരാതിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനുശേഷം വീണ്ടും ഞാൻ ആ സമയത്ത് എനിക്ക് ഉടമ്പടി പുതുക്കുന്ന ടൈമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. എനിക്ക് അമ്മ മാതാവിനെ ഈ കയ്യിൽ പിടിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. അതെനിക്ക് ഭയങ്കര ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം എനിക്ക് ഉറപ്പായിരുന്നു, എനിക്ക് ഇനി എഴുതുന്ന എക്സാം എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ളത് ഭയങ്കര ഉറപ്പായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചിട്ടാണ് ഞാൻ എക്സാമിന് വേണ്ടി പോകുന്നത്. ഈ എക്സാം ഡേറ്റ് കിട്ടുന്നതും എല്ലാം, ഞാൻ ടെൽക്ക് എക്സാമാണ് എഴുതിയത്. ആദ്യം ഗോയിത്തയായിരുന്നു, പിന്നെ ടെൽക്ക് എക്സാം ആണ് എഴുതിയത്. അത് 4 മൊഡ്യൂൾ ഒരുമിച്ചാണ് എഴുതാൻ പറ്റുക. ഏതെങ്കിലും ഒന്ന് തോറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ സിംഗിൾ മൊഡ്യൂളായിട്ട് എഴുതാൻ പറ്റില്ല, ഒരുമിച്ച് തന്നെ എഴുതണം. ഇപ്പം ഏതാണോ തോക്കുന്നത് വീണ്ടും അത് എഴുതുന്നത് എങ്കിൽ നമ്മൾ ആ ഒരു മൊത്തം എമൗണ്ട് നമ്മൾ വീണ്ടും കൊടുത്ത് വീണ്ടും എഴുതണം. അപ്പോൾ ഞാൻ എന്ത് റിസ്ക് എടുക്കാനും എനിക്കൊരു പേടിയില്ല. കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും റിസ്ക് എടുത്ത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം എൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ മാതാവ്, എൻ്റെ ഈശോയാണ്.
ആ ഒരു ഇതിൽ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഞാൻ ഇവിടെ ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് ഞാൻ എക്സാമിന് പോയി. എനിക്ക് ഡേറ്റൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് ഓരോ രീതിയിലും വഴി തുറന്ന് തന്നിട്ടാണ് ഞാൻ എക്സാം ഡേറ്റ് എനിക്ക് കിട്ടി. വളരെ നല്ല കംഫർട്ടബിളായിട്ടാണ് ഞാൻ എക്സാം നല്ല അവിടെയുള്ള ആൾക്കാരാണെങ്കിലും നല്ലതായിരുന്നു, അങ്ങനെയൊക്കെ എഴുതിയത്. പക്ഷേ ഒട്ടും എനിക്ക് ആ യാത്രകളൊന്നും തന്നെ സ്മൂത്ത് ആയിരുന്നില്ല. കാരണം ഒത്തിരി പ്രതിസന്ധികൾ എനിക്കുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോഴാണെങ്കിലും പ്രതിസന്ധികൾ ഒത്തിരി എനിക്കുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും പരാതിപ്പെടാറില്ല. ഞാൻ എപ്പോഴും അത് താങ്ക്സ് ആണ് ഞാൻ പറയുന്നത്. താങ്ക് യു ഈശോയെ, താങ്ക് യു അമ്മ മാതാവി എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം എനിക്കറിയാം അവിടെ എന്തെങ്കിലും ഈശോയുടെ പ്ലാനിങ് അവിടെ വരുന്നുണ്ട്. കാരണം എനിക്കറിയാതെ ഉറപ്പാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എനിക്ക്. എന്തെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അടുത്ത് എന്താ നടക്കാൻ പോകുന്നത്. കാരണം ഈശോയുടെ പ്ലാനിങ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ പോയിട്ട് എക്സാം എഴുതി. എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പും കാശുരൂപവും തൈലവും എല്ലാം തേച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അമ്മ എനിക്കിതൊക്കെ തേച്ച് തരാറുണ്ട്. പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഗ്രേ കളർ ഇട്ടിട്ടായിരുന്നു അവിടെ. ഇപ്പം എക്സാം എഴുതുന്ന സമയത്ത് ഒരു ജർമ്മൻകാരി എക്സാം അവിടെ നടത്താനായിട്ട് വരും. അപ്പം ആ ജർമ്മൻകാരി തന്നെ ഡ്രസ്സ് ആഷ് കളറായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അങ്ങനെ എക്സാം എഴുതി. എക്സാം ഈസി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിരുന്നില്ല, എന്നാൽ ഭയങ്കര ടഫായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എനിക്കൊന്നും അറിയില്ല, എന്തൊക്കെ ഞാൻ കാണിച്ചു വെച്ചിട്ട് പോന്നു എന്നല്ലാതെ എനിക്കൊന്നും. ഇപ്പോൾ ഇവരെല്ലാവരും ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, റിസൾട്ട് വരട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ റിസൾട്ട് വന്നു. റിസൾട്ട് 1 മാസം പോലും എടുത്തില്ല, അതിന് മുൻപ് തന്നെ വന്നു. ഞാൻ 4 മൊഡ്യൂളും പാസ്സായി. അതും ഞാൻ എന്തിനാണോ മാർക്ക് കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചത്, ഏറ്റവും കൂടുതൽ മാർക്ക് അതിനായിരുന്നു. എനിക്ക് റൈറ്റിങ്ങിന് ടെൽക്ക് എഴുതുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, റൈറ്റിങ്ങിന് അങ്ങനെ അധികം മാർക്ക് കിട്ടാറില്ല. കൂടിപ്പോയാൽ ഒരു 9 മാർക്ക് 10 മാർക്ക്. എനിക്ക് 22-ന് മേലെ മാർക്ക് ഉണ്ടായിരുന്നു. റൈറ്റിങ്ങിന് ഒത്തിരി പാടാണ് മാർക്ക് കിട്ടാനായിട്ട്. അപ്പം ഒത്തിരി ആ ഒരു 4 മൊഡ്യൂളും എനിക്ക് ആ ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ എനിക്ക് അമ്മ മാതാവും ഈശോയും എനിക്ക് തന്നു. എനിക്കത് വലിയ അനുഭവമായിരുന്നു. അതിനുശേഷം പ്രോസസ്സിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് ഏജൻസി കൊടുക്കും, ഞാൻ ഈശോയോടുത്ത് പറഞ്ഞു എനിക്ക് പൈസയൊന്നും എൻ്റെ കയ്യിൽ അത്രയ്ക്കൊന്നും ഇല്ല. ഇപ്പോഴത്തെ ഏജൻസീസൊക്കെ 4 ലക്ഷവും അല്ലെങ്കിൽ എനിക്ക് അത്രയും പോലും ഒരു 3 ലക്ഷം പോലും എൻ്റെ കയ്യിലില്ല. സത്യം പറഞ്ഞാൽ 10-ൻ്റെ പൈസ ഇല്ലാതെയാണ് ഞാൻ ഇതിനൊക്കെ ഇറങ്ങിത്തിരിച്ചത്. പക്ഷെ ഓരോ സമയത്തും എനിക്ക് പൈസ എവിടെ നിന്നാണ് വരുന്നതെന്ന് തന്നെ എനിക്കറിയില്ല. ഒരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് പൈസ ലഭിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എനിക്ക് എൻ്റെ കയ്യിൽ പൈസ കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ ഭയങ്കരമായിട്ട് അതിശയിച്ചു പോവും. അപ്പം ഈ പറഞ്ഞ പോലെ എക്സാമിൻ്റെ സമയത്ത് പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് എനിക്ക് നല്ലൊരു ഏജൻസി കിട്ടി. അതിന് മുൻപ് എൻ്റെ ഒരു ഫ്രണ്ട് വേറൊരു ഏജൻസി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏജൻസി കൊടുക്കാനായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കൊടുക്കണ്ട എന്നുള്ളത് എൻ്റെ മനസ്സ് പറഞ്ഞു. എന്താണെന്ന് എനിക്കറിയില്ല, അത് അമ്മ മാതാവ് പറയിപ്പിച്ചതെന്നാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ആ ഏജൻസി കൊടുത്ത എൻ്റെ ഫ്രണ്ട് അവൻ കോൺട്രാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി വെയിറ്റ് ചെയ്തു. പക്ഷെ അവന് കോൺട്രാക്റ്റ് ലഭിച്ചില്ല. കോൺട്രാക്റ്റ് അതായത് ഇൻ്റർവ്യൂ പോലും പിന്നീട് ഒരു ഇൻ്റർവ്യൂ അവന് കൊടുത്തുള്ളൂ, പിന്നീട് കിട്ടിയില്ല. അവനിപ്പോഴും ഒന്നും ആവാണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ആ ഒരു സ്ഥാനത്ത് വരേണ്ട ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്ത് മാതാവിൻ്റെ ആ ഒരു സംരക്ഷണം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ അവിടെ കൊടുത്തില്ല. ആ സമയത്ത് എനിക്ക് ഏജൻസി ഇങ്ങോട്ട് വഴി തുറന്ന് ഒരു ഏജൻസി എനിക്ക് വന്നു. വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെയായിരുന്നു പ്രോസസ്സിങ് ചാർജ് എല്ലാം. അവിടെ ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു. പ്രോസസ്സിങ്ങിന് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇൻ്റർവ്യൂ കാര്യങ്ങൾ എല്ലാം വന്നു തുടങ്ങി. അങ്ങനെ ഇൻ്റർവ്യൂ ഞാൻ പ്രിപ്പറേഷൻ ഇരിക്കുമ്പോൾ പോലും എനിക്കങ്ങനെ സ്പീക്കിങ്ങിനൊന്നും വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ. ജർമ്മനൊക്കെ സംസാരിക്കാൻ എനിക്ക് ഒത്തിരി പാടാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ അങ്ങനെ അറിയത്തില്ല അധികമൊന്നും. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സായി. ഞാൻ ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂവിന് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു അടയാളം വേണം. കാരണം എനിക്ക് ഈശോയും അമ്മയും കൂടെ തന്ന ഒരു സ്ഥലത്തേക്കായി ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു അടയാളം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് അടയാളം കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ
മരിയ എന്ന പേരുള്ള ഒരു എംപ്ലോയറാണ് എന്നെ ഇൻ്റർവ്യൂ എടുത്തത്. ആ പേര് ഞാൻ അവിടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇത് തന്നെയാണ് എൻ്റെ സ്ഥലം. ഞാൻ ഉറപ്പിച്ചു. പിന്നെ മാത്രമല്ല, ഞാൻ പോകുന്ന ഓർഗനൈസേഷൻ്റെ ഹെഡിൻ്റെ പേര്, അതായത് ഹെഡായിട്ടുള്ള ഓർഗനൈസേഷൻ്റെ പേര് മരിയ എന്ന് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കോൺട്രാക്റ്റ് ലഭിച്ചത്, ഞാൻ അമ്മമാധവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ബർത്ത്ഡേ മാർച്ച് 3 അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ബർത്ത്ഡേയുടെ അന്നത്തെ ദിവസം തന്നെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് ആ ഒരു സമയത്ത്, ആ ഒരു വീക്കിലോ അല്ലെങ്കിൽ ആ ഒരു ചുറ്റിപ്പറ്റി എനിക്ക് എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്നത്തെ ദിവസം, എൻ്റെ ബർത്ത്ഡേ എന്നായിരുന്നു അന്നത്തെ ദിവസം ആണ് എൻ്റെ കോൺട്രാക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ജർമ്മൻകാരും എന്നെ വിഷ് ചെയ്തു, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കത് വലിയ ഗിഫ്റ്റായിരുന്നു. അമ്മ മാതാവിൻ്റെ തന്നെ ഗിഫ്റ്റാണ് എനിക്കത്. കോൺട്രാക്റ്റ് കിട്ടി. അതിനുശേഷം വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി വിസ സബ്മിഷന് ഞാൻ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തു. അതെല്ലാം വളരെ നന്നായിട്ട് തന്നെ ചെയ്തു. പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു വിസ സബ്മിഷന് മുൻപ് തന്നെ. അതായത് 17 എന്ന് പറഞ്ഞൊരു നമ്പർ എനിക്ക് ഇങ്ങനെ കാണിച്ചിട്ട് അതിന് താഴെ എൻ്റെ പേര് മേരി ജിസ്മ എന്ന് പറഞ്ഞിട്ടുള്ള പേര്, അതിലാണ് വിസ കാര്യങ്ങൾ കിട്ടാന്നുള്ളത്. അപ്പം ഞാനിവിടെ അമ്മേനോട് പറഞ്ഞു, എന്തോ സംഭവം ഉണ്ട് 17 റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്, എനിക്ക് മനസ്സിലാവണില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 17-ാം തീയതി ഞാൻ വെയിറ്റ് ചെയ്തു. 17-ാം തീയതി വിസ വരുമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ വന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായില്ല ഇതെന്തായിരിക്കും സംഭവം എന്നുള്ളത്. പക്ഷേ സംഭവം 17-ാമത്തെ വർക്കിംഗ് ഡേ, അവിടെ ആക്ച്വലി വിസ പ്രോസസ്സിങ് എല്ലാം സാറ്റർഡേ സൺഡേ ഒന്നും ഇല്ല, വർക്കിംഗ് ഡേയ്സിലാണല്ലോ എല്ലാം ചെയ്യുന്നത്. അങ്ങനെ കൃത്യം എനിക്ക് 17-ാമത്തെ വർക്കിംഗ് ഡേയിലാണ് എനിക്ക് ഡിസ്പാച്ച് മെയിൽ വന്നത്. ഇന്നലെ എൻ്റെ വിസ കിട്ടി. ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഞാൻ പാസ്പോർട്ടിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിന് ഞാൻ പാസ്പോർട്ട് എല്ലാ ദിവസവും ഞാൻ കൊടുക്കും. ഇത് ചെയ്യുന്നത് വേറെ ആരുമല്ല, അമ്മ മാതാവാണ് ഇതെനിക്ക് ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഈ 7-ാമത്തെ പേജിൽ ഞാൻ കുരിശ് വരക്കും. അപ്പോൾ അമ്മ എന്നെ വഴക്ക് പറയും, ഈ പാസ്പോർട്ടിൻ്റെ ഉള്ളിലൊക്കെ കുരിശ് വരച്ച് വയ്ക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ട്. ഞാൻ 7-ാമത്തെ പേജിൽ തൈലം തേക്കുമായിരുന്നു. എന്ത് വന്നാലും കുഴപ്പമില്ല, ഇതിലെനിക്ക് അടിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. എനിക്ക് 7-ാമത്തെ പേജിലാണ് എനിക്ക് വിസ അടിച്ചു വന്നിരിക്കുന്നത്. പിന്നെ കൃത്യം 17-ാമത്തെ വർക്കിംഗ് ഡേയിൽ എനിക്ക് വിസയും ഡിസ്പാച്ച് മെയിൽ വന്നു. ഇന്നലെ എനിക്ക് വിസ കിട്ടി. ഇന്നലെ തന്നെ എനിക്ക് ടിക്കറ്റും എടുത്തു, ഫ്ലൈറ്റ് ടിക്കറ്റ്. ഇപ്പോൾ ഈ വാറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് പോകാനായിട്ട്. ഒത്തിരി നല്ല റേറ്റുമാണ് ഫ്ലൈറ്റിന്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ കൃത്യം പൈസ എത്രയുണ്ടെന്ന് ഈശോയ്ക്ക് അറിയാം. ഈശോ തന്നെയാണ് അത് റെഡിയാക്കി തന്നത്. അപ്പം ഇതും എങ്ങനെ പോവും എന്ന് എനിക്കറിയില്ല കേട്ടോ. റെഡിയാക്കിക്കോളണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിനോടും ഈശോയോടും. അതുപോലെ തന്നെ ഇന്നലെ തന്നെ എനിക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റി. എല്ലാം സ്മൂത്തായിട്ട് നടന്നു. വളരെ ടൈം ഷോർട്ടനിങ് എന്ന് പറയുന്ന പോലെ എല്ലാം സ്മൂത്തായിട്ടാണ് നടന്നത്. ഇതെല്ലാം സംഭവിച്ചത് ഒരു 1 മന്ത് അതിനുള്ളിൽ തന്നെയായിരുന്നു. ഇതെല്ലാം എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടിട്ടല്ല. എനിക്ക് ജർമ്മനിലാണെങ്കിലും ഞാൻ ഒത്തിരി വീക്കാണ്. എന്നേക്കാൾ നന്നായിട്ട് സംസാരിക്കുകയും എന്നേക്കാൾ നന്നായിട്ട് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒത്തിരി പിള്ളേർ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതെല്ലാം എനിക്കറിയാം. ഞാൻ എല്ലാവരോടും ഇവിടെ എനിക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ എൻ്റെ സ്ട്രെങ്ത് ഇതാണ്, എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ഇതാണ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങൾ ഞാൻ കാണുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ എന്നെപ്പോലെ പഠിക്കുന്ന പിള്ളേരുടെയൊക്കെ സാക്ഷ്യം ഞാൻ കാണാറുണ്ട്. അപ്പോൾ അവിടെയുള്ള ആ പിള്ളേരിങ്ങനെ ഈ പാസ്പോർട്ട് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഞാൻ കരഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറയുമായിരുന്നു, എനിക്കും ഇതുപോലെ വന്നിട്ട് ഇതുപോലെ എനിക്ക് പിടിച്ചിട്ട് എനിക്ക് കാണിക്കണം, ഈ ഒരു അൾത്താരയിൽ കയറിയിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് തന്നെയായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ അമ്മ എനിക്ക് സാധിച്ചു തന്നു. ഇതുപോലെ ഒത്തിരി പേര് പഠിക്കുന്നവരുണ്ടാവും. എന്താ പറയുക, ഡ്രോപ്പ് ചെയ്യരുത്, മാതാവ് എന്തായാലും കൂടെ ഉണ്ടാകും, അത് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങളത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പടിയിൽ എന്തായാലും അമ്മ അത് സാധിച്ചു തരും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത് പത്രം, ഇവിടെ എല്ലാ മാസവും വന്നിട്ട് പത്രം കൊടുക്കുമായിരുന്നു. പത്രം മേടിച്ചിട്ട് ഹോസ്പിറ്റൽസിലും പിന്നെ ഇങ്ങനെ റോട്ടിലൊക്കെയും നമ്മൾ കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഓൾഡ് ഏജ് ഹോമിൽ നമ്മൾ എല്ലാ ആഴ്ചയിലും പോകും. എല്ലാ ആഴ്ചയിലും ഒരു വട്ടം നമ്മൾ ഓൾഡ് ഏജ് ഹോമിൽ, പിന്നെ ഈ കുഞ്ഞ് പിള്ളേരുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുക്കും. പിന്നെ അല്ലാതെ നമ്മൾ പൊതിച്ചോറ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഞാൻ അമ്മയും കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ
ബൈബിള് വായനയാണെങ്കിലും നേരത്തെ അത്രയും കുറവായിരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ ബൈബിൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. പഠിക്കാനാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്ന് റൂമിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോഴാണെങ്കിലും എൻ്റെ കൂടെ എപ്പോഴും ബൈബിൾ ഉണ്ടാവും. കാരണം എന്തുണ്ടെങ്കിലും എനിക്ക് അപ്പം തന്നെ ബൈബിള് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ച് ഈശോ എന്താ പറയണേന്ന് നോക്കുന്ന ഒരാളാണ്. അപ്പം ഒത്തിരി ബൈബിൾ വായന കുറവായിരുന്നു. ഉടമ്പടിക്ക് ശേഷമാണ് ഞാൻ വായിക്കാനൊക്കെ തുടങ്ങിയത്. പിന്നെ ജപമാല ചൊല്ലാനായിട്ടുള്ളൊരു അനുഗ്രഹം അത് പ്രത്യേകം എനിക്ക് കിട്ടിയത് ഉടമ്പടിക്ക് ശേഷമാണ്. പിന്നെ കുമ്പസാരിക്കാനായിട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒന്നും ഇങ്ങനെ തെറ്റിപ്പോവാതെ കൃത്യമായിട്ട് ആ ഒരു ഫ്ലോയിൽ ചെയ്യാൻ പറ്റുന്നത് ഈ ഉടമ്പടിക്ക് ശേഷമാണ്. ഒത്തിരി ആത്മീയമായിട്ട് എനിക്ക് ഉയർച്ചയാണ് ഉണ്ടായത്. ഞാൻ 2023 സെപ്റ്റംബർ 22 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എല്ലാ മാസവും മുടങ്ങാതെ പേപ്പറൊക്കെ വാങ്ങിക്കും. 3 മാസം കൂടുമ്പോൾ ഉടമ്പടി പുതുക്കും. എല്ലാം ചെയ്തു പോന്നിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹം എന്നും എനിക്കുണ്ടായിരുന്നു. എല്ലാ ദിവസവും മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ കാലുവേദനയായാലും ശരീരവേദന എന്തായാലും മാതാവ് നടത്തിയിരുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഒരു ദിവസം എനിക്ക് മെനോപ്പസായി 1 വർഷത്തിന് ശേഷം വീണ്ടും എനിക്ക് ബ്ലീഡിങ് ആയ സമയത്ത് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ വരാൻ പാടില്ല, 1 വർഷത്തിന് ശേഷമല്ലേ, അപ്പോൾ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൻ്റെ അകത്ത് തടിപ്പുണ്ട്, ഒരുപാട് മുഴകളും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നെങ്കിൽ കോൾപോസ്കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ പാസ്മിയർ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബയോപ്സി കഴക്കാം, എന്നിട്ട് മതി പിന്നത്തെ എന്തെങ്കിലും നോക്കാം എന്നവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ച്, ദൈവമേ എന്തെങ്കിലും ക്യാൻസറോ വല്ലതും ആണെങ്കിൽ എന്ത് ചെയ്യും, സാമ്പത്തികമായിട്ടൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ മാതാവിന് അറിയാമല്ലോ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എന്തായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, മാതാവ് എനിക്കതിനുള്ളൊരു ഉത്തരം തരണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛനോട് അവിടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ സൈത്യൻ്റെ വിരലിൽ തേച്ചിട്ട് പറഞ്ഞു യൂട്രസിൻ്റെ ഭാഗത്ത് കുരിശ് വരക്കുക, ടെൻഷനൊന്നും വേണ്ട, ബയോപ്സിക്ക് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്മിയർ ടെസ്റ്റ് എടുത്ത് ബയോപ്സിക്ക് അയച്ചു. റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവായിരുന്നു. ഒരു കുഴപ്പമില്ല. എനിക്കിപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോൻ്റെ അനുഗ്രഹമുണ്ട്. മോനിപ്പോൾ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ് അത് പറയാൻ പറ്റാത്തത്. പിന്നെ മോളുടെ അനുഗ്രഹം എല്ലാം മാതാവ് ഞങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകനെ പോലെ ചിറകുയരും, ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വചനമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകരെ പോലെ ചിറകടിച്ചുയരുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ ക്ഷീണിച്ചിരിക്കാം, പ്രത്യാശ നഷ്ടപ്പെട്ടാം, പ്രശ്നങ്ങൾ കൊണ്ട് തളരാം. പക്ഷെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കുന്ന ഒരു വലിയ ആത്മീയ പദ്ധതിയാണ് ഉടമ്പടി. കഴുകരെ പോലെ ചിറകുയർത്തി ഉയരാനും ഉടമ്പടിയിൽ ദൈവകൃപയാണ് നമ്മെ ആത്മീയമായി ഉയർത്തുന്നത്. ദൈവം ധൈര്യം നൽകുന്നു. പരിശുദ്ധ അമ്മ കൃപാസന അമ്മയാണ് നമ്മെ സംരക്ഷിക്കുന്നത്. മരിയനുടമ്പടിയിലൂടെ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ വയ്ക്കുകയാണ്. മനുഷ്യശക്തിയിലല്ല, പക്ഷെങ്കിൽ ദൈവശക്തിയിലാണ്. ഉടമ്പടിയിൽ മനസ്സിന് പുതിയ പ്രത്യാശയും ആത്മീയ ശക്തിയുമാണ് നാം ഓരോരുത്തർക്കും ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ ദൈവിക അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് മേരി ജിസ്മ എന്ന മകള് നമ്മളോട് പങ്കുവച്ചത്. ഈ മകൾ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരികയും പ്രാർത്ഥിച്ചിട്ട് പോവുകയും പിന്നീട് ഒരു സ്വപ്നത്തിലാണ് ഈ മകൾക്കൊരു ഉൾപ്രേരണ കിട്ടുകയും അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തത്. അത് ഈ മകൾക്കൊരു കൂടുതൽ പ്രചോദനം നൽകി. പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ആശ്വാസം. അങ്ങനെ അതോടെ മോൾക്കുള്ള കൂടുതൽ പ്രത്യാശയായി, കൂടുതൽ ധൈര്യമായി. അങ്ങനെ ആ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. പിന്നെയുള്ളത് കോൺട്രാക്റ്റായിരുന്നു. അവിടെയും ഈ മകള് പരിശുദ്ധ അമ്മ, നമുക്കെല്ലാവർക്കും അറിയാം, ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന സമയഘടികാരത്തിൻ്റെ അമ്മയാണ്, സമയചുരുക്കത്തിൻ്റെ അമ്മയാണ്. ആ മകള് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു. മാർച്ച് 3 എൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരണമേ എന്ന് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കോൺട്രാക്റ്റ് കിട്ടിയത് മാർച്ച് 3-ാം തീയതിയാണ്. അവിടെയും ഈ മകളുടെ പ്രാർത്ഥന കേൾക്കാതിരുന്നില്ല പരിശുദ്ധ അമ്മ. ഈശോയുടെ എല്ലാ കാര്യവും, മക്കൾ പറയുന്ന ഓരോ കാര്യവും അമ്മ ഈശോയിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണ് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ജർമ്മൻകാർ പോലും വിഷ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാണ്. പിറ്റേ ദിവസം തന്നെ വിഷിൻ്റെ സബ്മിഷൻ വിസയ്ക്കുള്ള പ്രോസീഡിങ് സ്റ്റാർട്ട് ചെയ്തു. അതും ഒരു സ്വപ്നത്തിൽ വന്ന് 17 എന്ന നമ്പർ കാണിക്കുകയും 17ാമത്തെ ദിവസം, അതായത് വർക്കിംഗ് ഡേയ്സിൽ തന്നെ ഈ മകൾക്ക് വിസ ഡിസ്പാച്ച് ആവുകയും ചെയ്തു. പിന്നീട് വീണ്ടും അവിടെയും ഡേറ്റാണ് കാണിക്കുന്നത്. പരിശുദ്ധ അമ്മ ഈശോയും നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് പല വ്യക്തികളിൽ കൂടിയാണ്, പല അനുഭവങ്ങളിൽ കൂടിയാണ്, പല രീതിയിലാണ്. ചിലപ്പോഴും മെഴുകുതിരിയിൽ കൂടെ, ചിലപ്പോൾ പല വ്യക്തികളിൽ കൂടെ, ഒന്നുമല്ലെങ്കിൽ പല റെയിൻബോ, പല സുഗന്ധാഭിഷേകം, ഇങ്ങനെ ഓരോരോ രീതികളിലാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈ മകൾക്ക് വന്നത്. സ്വപ്നത്തിൽ കൂടിയാണ് ആ നമ്പർ വെളിപ്പെടുത്തി കൊടുത്തത്. അങ്ങനെ 17ാമത്തെ ദിവസം തന്നെ വിസ ഡിസ്പാച്ച് ആവുകയും ഇന്നലെയാണ് വിസ കയ്യിൽ കിട്ടത്. ആ മകള് 7ാമത്തെ പേജ് എന്നും വിശുദ്ധ തൈലം തേച്ച് അങ്ങനെ ചെയ്യരുതാത്താണ്. കാരണം എന്തെങ്കിലും മാർക്കുണ്ടെങ്കിൽ അത് പേജ് വിസ റിജക്റ്റ് ആവേണ്ട കാര്യമാണ്. അത് നമ്മൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. എന്നാലും മോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 7 എന്ന ഡേറ്റ് നമുക്കറിയാം, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഡിസംബർ 7-ാം തീയതി. ആ 7 എന്നുള്ള പേജാണ് ഈ മകള് പ്രാർത്ഥിച്ചത്, പേജിൽ വേണമെന്നാണ്. അങ്ങനെ 7ാമത്തെ പേജിലാണ് വിസ അടിച്ചു വന്നത്. ടിക്കറ്റ്, ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാലമാണ്, ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയമാണ്. എങ്കിലും ഈ മകൾക്ക് വളരെ കുറഞ്ഞ എമൗണ്ടിൽ ടിക്കറ്റും റെഡിയായി. നാളെയാണ് ഈ മകള് ജർമ്മനിക്ക് നഴ്സിങ്ങിന് പോകുന്നത്. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് ഈ മകൾ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനായിട്ട് മാത്രമായിട്ടാണ് ഇവിടെ വന്നത്. പെട്ടിയിലെല്ലാം പാക്ക് ചെയ്തു. പക്ഷെങ്കിൽ ഉടമ്പടി പുസ്തകം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പുസ്തകം പുറത്തെടുത്ത് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞിട്ട് പോകാനായിട്ടാണ് ഈ മകൾ ഇവിടെ വന്നിരിക്കുന്നത്. നന്ദി പറയാനും മറക്കാത്ത ഈ മകൾക്ക് മകളെ പോലെ ഈശോയ്ക്കും അമ്മയ്ക്കും കൂടുതൽ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും ശക്തി നൽകി നമ്മൾക്കൊരു വലിയ ആശ്രയമാണ് നൽകുന്നത്. കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്ന് ഉയരാനുള്ള ശക്തി. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അതാണ് നമുക്കുള്ള വിശ്വാസം. ഉടമ്പടി മകൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്നതാണ്. കഴുകൻ പക്ഷി കൊടുങ്കാറ്റ് വരുമ്പോൾ പേടിച്ച് താഴോട്ടല്ല പറക്കുന്നത്, മുകളിലോട്ടാണ് പറക്കുന്നത്. നമ്മുടെ ഉടമ്പടി ജീവിതവും എത്ര കാറ്റ് വന്നാലും കൂടുതൽ ശക്തി ഉപയോഗിച്ച് കൂടുതൽ ഉയരത്തിലേക്ക്, ആത്മീയമായ ജീവിതത്തിലേക്ക് നമുക്കും ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മേരി ജിസ്മയ്ക്കും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.